നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ചാൽ, മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഈർപ്പം ഭയങ്കരമായിട്ട് നിൽക്കും. വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ ഉള്ളിലും എല്ലായിടങ്ങളിലും ഈർപ്പം കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഈർപ്പം നമുക്ക് പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമുക്ക് പുതിയ പുതിയ ചവിട്ടികളൊക്കെ മേടിച്ചിട്ട് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ഉണക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീട്ടിലിപ്പോൾ നമ്മളുടെ പഴയ മക്കളുടെ ട്രൗസറുകളൊക്കെ ഉണ്ടാവും, നല്ല കട്ടിയുള്ള, അല്ലെങ്കിൽ ജീൻസ്, അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് തുന്നാം. മിഷൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. തുന്നാം. സൂചി നൂലും വെച്ചിട്ട് വലിയ ചാക്കുനൂല് പോലത്തെ നൂലുകൊണ്ട് അല്ലെങ്കിൽ ടെങ്കീസ് കൊണ്ടോ നമ്മൾ തുന്നിയതിന് ശേഷം നമുക്കത് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ അത് വിരിച്ചിടാം. നിങ്ങൾ വെള്ളം കൂട്ടി തുടയ്ക്കാതിരിക്കുക പരമാവധി. ഉണങ്ങിയ തുണി കൊണ്ട് ഈർപ്പം, നമ്മൾക്ക് എന്തായാലും ഈർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി സുഗന്ധത്തിന് വേണ്ടിയിട്ട് കഴിക്കണ വേപ്പിൻ്റെ ഇല, സാധാ നമ്മുടെ നല്ല വേപ്പിൻ്റെ ഇല, പിന്നെ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ, ഈ പൂവൊക്കെ കൊഴിയാറായ പൂക്കൾ കിട്ടും. അപ്പോൾ അതൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ കർപ്പൂരം, രാമച്ചും കൂടെ അതിലിട്ടിട്ട് അത് അടച്ച് വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 ലിറ്ററും കൂടെ വെള്ളം ചേർത്ത് ചൂടാറിക്കഴിഞ്ഞാൽ കുപ്പിയുടെ ബോട്ടിലില്ലേ, ആ സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് നമ്മൾ അത് സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുക. അപ്പോൾ ഈ മഴക്കാലത്ത് ശരിക്കും വെള്ളം മുക്കി തുടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, നല്ല ഈർപ്പുള്ള ഏരിയയിലാണെങ്കിൽ. അപ്പോൾ ഈച്ചയുടെ ശല്യം, പാറ്റയുടെ ശല്യം, കൊതുകിൻ്റെ ശല്യമൊക്കെ കുറയും. പിള്ളേരുടെ പഴയ ജീൻസാ, പഴയ നല്ല കട്ടിയുള്ള ട്രൗസറാ, അല്ലെങ്കിൽ ഷർട്ട്, ജീൻസിൻ്റെ ഷർട്ടുകളൊക്കെ നമ്മൾ കുടുക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതൊരു ചവിട്ടി പോലെ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള, നമുക്ക് ചവിട്ടി തേക്കാനൊക്കെ ഉള്ള ഒരു പരുവത്തിന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഈ സ്പ്രേ ഈ തുണിയുമ ചെയ്തതിന് ശേഷം അവിടെ വിരിച്ചിടാം. അപ്പോൾ ഈച്ച തീരെ വരില്ല എന്നല്ല, ഭയങ്കരമായിട്ടുള്ള ഈ കടപ്പുറം പ്രദേശത്തൊക്കെ നല്ല ഈച്ചയായിരിക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നല്ല ഈച്ച ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നല്ല ആശ്വാസമാണ് ഈ മഴക്കാലത്ത്. പിന്നെ ഈർപ്പം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചവിട്ടികളൊന്നും മേടിക്കാം. എന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ. കാരണം ഒരു വീടാവുമ്പോൾ 4-5, ഇപ്പം 3 റൂമുണ്ടെങ്കിൽ 4 ചവിട്ടി വേണം. പിന്നെ നമുക്ക് ഹോളിലേക്ക് 1 ചവിട്ടി വേണം, കിച്ചണിൽ 2 ചവിട്ടി വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൂടുതലും ഈ ജീൻസിൻ്റെ തുണികൾ വെട്ടി തയ്ച്ച്, കൈ കൊണ്ട് തന്നെ തയ്ച്ച് അതൊരു ചവിട്ടി പോലെ ഡബിളാക്കും. നമുക്ക് പിന്നെ അത് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ലിക്വിഡിലിട്ട് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വെയിലുള്ളപ്പോൾ ഉണക്കിയെടുക്കാം. പക്ഷേ ഈ മഴക്കാലത്ത് അത് ഉണക്കിയെടുക്കൽ അത്ര ഇമ്പോസിബിൾ അല്ല. ഇമ്പോസിബിൾ എന്നല്ല, അത്ര, അയ്യോ ദൈവമേ, തെറ്റിയാ, നമുക്കത് അത്രയ്ക്ക് എളുപ്പമല്ല. അക്ഷരം ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്നാലും എൻ്റെ വർത്തമാനത്തിൽ ഇംഗ്ലീഷ് തന്നെ കയറി വരും. അതിങ്ങനെ ഇഷ്ടം കൊണ്ടാണ്, അത് പറയാനുള്ള ഒരുപാട് ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മേറ്ററിൽ നിന്ന് മാറിപ്പോകുന്നില്ല. നമ്മളെപ്പോഴും ഈ പഴയ ട്രൗസറുകളും കട്ടിക്കൂടിയ ബെഡ്ഷീറ്റ് ആയാലും എന്തായാലും കട്ട് ചെയ്ത് വെക്കാം. വേനൽക്കാലത്ത് കട്ട് ചെയ്ത് വെച്ചാൽ മഴക്കാലത്ത് നമുക്കത് ഉപകരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ലിക്വിഡ് നിങ്ങൾ മറക്കണ്ട. അത് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഈച്ച, പാറ്റ, പിന്നെ അങ്ങനെ ഉറുമ്പ്, അതിൻ്റെയൊക്കെ ശല്യം കുറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, പല്ലി വരാതെ ഇരിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാനത് പറയാമെന്ന് വെച്ചപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈർപ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞു പോയത്. ഇനിയിപ്പോൾ ആകെ തപ്പിപ്പിത്തി, കാരണം ആ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചോടുകൂടി എനിക്ക് ആകെ തെറ്റി. ഇനി അത് ഇമ്പോസിബിൾ എന്നൊക്കെ പറയുന്നത് ശരിയാണ്, എനിക്ക് ഇപ്പോഴും അതിൻ്റെ അർത്ഥം അറിയില്ല കേട്ടോ. പ്രാവർത്തികമാണോന്നാ അല്ലാന്ന് എന്താണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ശരി, നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നാളെ ഇപ്പം എന്താ വെച്ചാൽ ബുധനാഴ്ച ഞാനൊരു 2 മണിയാകുമ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്, പിന്നെ ഈ പല്ലിയുടെ ശല്യത്തിനെ കുറിച്ചുള്ളൊരു മരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും നാളെ അത് പോസ്റ്റ് ചെയ്യുക, നാളെയിലേക്ക് മറ്റന്നാൾ. അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണരുത് കേട്ടോ. സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ പരസ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു റീച്ചും കിട്ടില്ല. എനിക്ക് യൂട്യൂബ് ഒരു വരുമാനവും തരില്ല. നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ
എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കും എനിക്കും ചെറിയൊരു കൈത്താങ്ങായിരിക്കും. കാരണം എനിക്കങ്ങനെ അത്രയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാറില്ല. ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യും, പക്ഷേ ഇത് എത്ര നേരത്തെ വീഡിയോ ആണെന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാൾ 3 മിനിറ്റ് 2 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് കുറേ പേര് കണ്ടിട്ടുണ്ട്, പക്ഷെ പരസ്യം വന്നിട്ടില്ല. പരസ്യം വന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് ആവണമെന്നാണ് യൂട്യൂബുകാർ പറയണേന്ന് ഒരു കുട്ടി പറഞ്ഞു തന്നെ. അപ്പോൾ പരസ്യം ഉണ്ടെങ്കിൽ അടിച്ച് കളയരുത് കേട്ടോ. 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം, എനിക്കും 10 പൈസയുടെ ഉപകാരം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാൻ ബുധനാഴ്ച 2 മണിയാകുമ്പോൾ ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യാം. ടാറ്റാ.